ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലന് ഭയങ്കരമായിട്ട് സന്തോഷമായല്ലോ അനുമോൾ തിരിച്ചു വരുന്നത് കൊണ്ട്. അപ്പോൾ അനുമോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു കേക്കൊക്കെ ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. കേക്കും കൊണ്ട് വരുമ്പോൾ നമ്മുടെ ബാക്കി മക്കളെല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ വിശേഷം? അത് എൻ്റെ അനുമോൾ തിരിച്ചു വന്നതല്ലേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. ആ സന്തോഷത്തിലാണ്. ഇത് മോള് തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കേക്ക് അവിടെ വെച്ച് അനുമോൾ കട്ട് ചെയ്ത് ഓരോരുത്തരുടെയും വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആനന്ദും ആര്യനെ നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആനന്ദിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ആനന്ദ് പറയാണ്, മോളെ എന്തിനായിരുന്നു നീ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത്? ഏട്ടന്മാരോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ ഞങ്ങളെയൊക്കെ വിട്ട് ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ എന്തുമാത്രം പ്രയാസപ്പെട്ടു എന്നറിയോ ഏട്ടാ? അതെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ ഞങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന്. അപ്പോൾ ആര്യനും പറയാണ്, നമ്മുടെ അനുമോളുടെ തലയിലൊന്ന് തടകിയിട്ട്, അവൾ പാവം കുട്ടിയാണ്, അതുമാത്രമല്ല അവളിങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നാലും ഞങ്ങൾക്ക് നിന്നോട് ആ സമയത്ത് ഒരുപാട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതിൽ. എന്നാലും നീ ഞങ്ങളെ വിട്ടു പോയെന്നും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു, നീ എന്തോ ഒരു ചതിയിൽ പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആയത്, അല്ലാതെ നിനക്ക് ഞങ്ങളെ ചതിക്കാനൊന്നും ആവില്ല എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സംശയം അന്ന് ആരും ഇത് വിശ്വസിച്ചില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ ആര്യം പറയാം. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ പറയുന്നുണ്ട്, ഓ ഇപ്പം ഏട്ടന്മാർക്ക് എന്തോരം സ്നേഹം. നേരത്തെ നീ ഇവിടുന്ന് പോയി എന്നറിഞ്ഞ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നിന്നെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. ആ സമയത്ത് നിന്നെ എങ്ങനെ കൈ കിട്ടിയിരുന്നെങ്കിലേ ഇവരുടെ നിന്നെ അന്നേരം തീർത്തന്നെയായിരുന്നു. പിന്നെ അതിപ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ മോളെ ആ സമയത്ത്? അത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, സ്നേഹം കൂടുതലായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ബാലൻ പതിയെ നമ്മുടെ അനുമോളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് എല്ലാം സന്തോഷമൊക്കെ ആയി, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, സമാധാനമായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. എന്താ? അല്ല, ഇതിവിടം കൊണ്ട് അവസാനിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ആ ലോകം അടങ്ങിയിരിക്കത്തില്ല. അവൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല, നമുക്കറിയാമെന്നുള്ളതല്ലേ. അനുമോൾക്ക് എന്തെങ്കിലും അപായം ഉണ്ടാക്കുമെന്ന് പേടിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലനും ഗോമതിയൊക്കെ ആകെ പേടിക്കുകയാണ്. ഗോമതി ഉടനെ ബാലനോട് പറയുന്നുണ്ട്, അതെ എനിക്ക് നല്ല പേടിയുണ്ട് ബാലേട്ടാ, അവൻ അടങ്ങിയിരിക്കില്ല, അവനൊരു പൊട്ട ചെറുക്കനാ, എന്താ ഏതാ ഒന്നും ചിന്തിക്കത്തില്ല. എൻ്റെ അനുമോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോന്നും കേൾക്കുന്നില്ലേ, പ്രശ്നങ്ങൾ പത്രത്തിലും വാർത്തകളിലൊക്കെ. ഇനി അവളെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ അവൻ? ഏയ് അങ്ങനെയൊന്നുമില്ല, നീ ഒന്ന് സമാധാനപ്പെടുക. പിന്നെ ബാലൻ അനുമോളെ മൂത്തോക്കി പറയുന്നുണ്ട്, മോളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം, മോള് റെഡിയായി നിൽക്കണം. എങ്ങോട്ടാണ് അച്ഛാ പോകുന്നത്? പോവാനുണ്ട്. ബാലേട്ടനെ എങ്ങോട്ടാണ് പോകുന്നത്? എന്നോടെങ്കിലും പറ. അതൊക്കെ രാവിലെ പറയാം, പോവാനായിട്ട് റെഡിയായി നിന്നാൽ മാത്രം മതി. മീനാക്ഷിക്കും മിത്രയ്ക്കുമല്ലാത്തൊരു സംശയം. അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി നിന്ന് ആലോചിക്കുകയാണ്, അച്ഛൻ എവിടെയാവും പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. പിന്നെ ചിലപ്പോഴേ അവളെ കോളേജിൽ ചേർക്കാനോ മറ്റോ ആയിരിക്കും. അങ്ങനെയാണോ? അറിയില്ല, അപ്പച്ചിയോട് പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും അപ്പച്ചിയും അനുമോളും കൂടെയാണ് അങ്കിളിൻ്റെ കൂടെ പോയിട്ട് വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. എന്തായാലും നല്ല കാര്യത്തിനായിരിക്കും. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ്. മുറിയിലെ അപ്പം അതുപോലെ ആനന്ദ് വന്നിരുന്നിട്ട് മൊബൈൽ എടുത്ത് നോക്കുക കേട്ടോ. കടയിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് കൗണ്ടറിൽ തന്നെ വരുന്നുണ്ടോ, ആരൊക്കെ വരുന്നു പോകുന്നു ഇതെല്ലാം അതിൽ കിട്ടുകയാണ്. അതെല്ലാം നോക്കി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് പുറകെ ദേവി ഉറങ്ങാനായിട്ട് വരികയാണ് കേട്ടോ. ആനന്ദേട്ടാന്ന് വിളിക്കുമ്പോൾ ആനന്ദ് ജസ്റ്റ് ഒന്ന് ടെൻഷൻ ആവാനുണ്ട്. കയ്യിൽ മൊബൈലിൽ ഇരുന്നത് ഇവൾ കണ്ടു കാണോ. പെട്ടെന്ന് മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, എന്താ ദേവി? അല്ല ആനന്ദേട്ടൻ കിടക്കുന്നില്ലേ? കിടക്കാം. പിന്നെ ആനന്ദേട്ട എന്ന് പറഞ്ഞിങ്ങനെ ആനന്ദ് ഭയങ്കര സൗമ്യമായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ദേവിക്ക് ഒരു അത്ഭുതം തോന്നുകയാണ്. എന്താ നീ ഇങ്ങനെ നോക്കണേ? അല്ല ദേവി നീ കിടന്നോ, ഞാൻ പിന്നീട് കിടന്നോളാം, എനിക്ക് കുറച്ച് ഓഫീസിലെ ജോലിയും വർക്കുകളൊക്കെ ഉണ്ട്. അത്ര സമാധാനത്തോടെ സംസാരിക്കുന്ന ആനന്ദിനെ നോക്കി വീണ്ടും നമ്മുടെ ദേവി അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആനന്ദേട്ടാ, എത്ര നാളുകൾക്ക് ശേഷം ആനന്ദേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്, അതും ഇത്ര സമാധാനത്തോടു കൂടി. എനിക്ക് സന്തോഷമായി, എനിക്ക് സമാധാനമായി. അതെ അങ്ങനെയൊക്കെ വന്നു. പിന്നെ ദേവി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ദേഷ്യം മനസ്സിൽ കൊണ്ട് നടന്നാലും കുറച്ച് കഴിയുമ്പോൾ കാലം അത് മായ്ക്കുമല്ലോ, പതിയെ അതങ്ങ് മായും. അങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. നിന്നോട് എനിക്കുള്ള ദേഷ്യം എന്തായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ കുഞ്ഞിനെ നീ നേരെ നോക്കിയില്ല, നേരെ ശ്രദ്ധിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യം, നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ. പക്ഷേ അതൊക്കെ ഇപ്പോൾ എനിക്ക് മാറി വരുന്നുണ്ട്. എനിക്കിപ്പോൾ നിന്നോട് അത്ര വലിയ ദേഷ്യമൊന്നും ഇല്ല. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ദേവി പതുക്കെ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പം
എന്നാലും സാരമില്ല, എനിക്ക് ആനന്ദേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കാനൊക്കെ പറ്റും, എത്രത്തോളം ആ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള വേദനയും ഒക്കെ. എന്നാലും അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനും എന്തെങ്കിലും ഒരു ദിവസം ആനന്ദേട്ടൻ ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ച് എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കാത്തിരുന്നത്. ആ ദിവസങ്ങൾ വരുവാണെന്ന് എനിക്ക് ഇനി മനസ്സിലായി. അതെ, നീ വിഷമിക്കാതെ, കുറച്ച് ദിവസം കൂടെ എനിക്ക് സമയം എന്താ, അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ബാക്കി സ്വഭാവങ്ങളെല്ലാം മാറി ഞാൻ നിന്നിലേക്ക് വരും, അത് ഉറപ്പാണ്. എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ, നമ്മുടെ മനസ്സിന് ഇത്രയൊക്കെ പ്രയാസങ്ങൾ വന്നാൽ അത് മാറാൻ നിസ്സാര കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് അങ്ങ് സംസാരിക്കാട്ടോ. അവസാനം ദേവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ആനന്ദിൻ്റെ സ്വഭാവം മാറി വരുന്നതിൽ. അപ്പോൾ വീണ്ടും ആനന്ദ് പറയും, നീ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പം സമയം കളയണ്ട, നീ ചെന്ന് കിടന്നോ, എനിക്ക് കുറച്ച് ജോലി കൂടെ ഉണ്ട്. അങ്ങനെ ദേവി കിടക്കുകയാണ്. ദേവി ഇങ്ങനെ കിടക്കണമെങ്കിലും തൊട്ടടുത്ത് ആനന്ദ് ആ മൊബൈൽ എടുത്ത് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ. എന്നിട്ട് മനസ്സിലാലോചിക്കണം, എടി നിന്നെ ആരാടി സ്നേഹിക്കാൻ പോകുന്നത്? ഒരിക്കലും നിന്നോട് ചതിയും വഞ്ചനയും കൊണ്ട് കിടക്കുന്ന നിന്നെ എനിക്ക് സ്നേഹിക്കാനാവില്ല. ഞാനൊരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ട്, ഇന്നോ നാളെയോ അത് ഉറപ്പായിട്ടും ഞാനിത് കണ്ടുപിടിക്കും. ഒന്നീ അവിടുന്ന് 25,000 രൂപ എടുത്ത് നീ തന്നെയാണ്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ. ഇതിലാരെങ്കിലും ഞാൻ വെച്ച ചൂണ്ടയിൽ കൊളുത്തും, അത് ഉറപ്പാണ്. അന്നേരമാണ് അടുത്ത ആനന്ദ് ആരാന്നറിയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആനന്ദ് കിടന്നുറങ്ങാട്ടോ. ദേവി ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല, നിനക്ക് തോന്നിയതാവും, നീ കിടന്ന് ഉറങ്ങിക്കോന്ന്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ഗോമതിയെയും അനുമോളെയും കൂട്ടി ഒരു ഓട്ടോ പിടിച്ച് ബാലൻ പോവുകയാണ്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ കാര്യം, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഒരു വാക്കെങ്കിലും പറ. ഗോമതിയും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറ ബാലട്ടാ, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എത്തുമ്പോൾ പറയാം, സ്ഥലം എത്തട്ടെ. നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുന്ന കേട്ടോ. അവിടെ ചെന്ന് ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് ഇറങ്ങുമ്പോൾ ഗോമതിയും അനുമോളും അന്തം വിട്ടു പോവാ. എന്തിനാച്ചാ ഇവിടെ വന്നത്? കാര്യമുണ്ട്, ആലോകിനെതിരെ പരാതി കൊടുക്കാനാണ്. അയ്യോ, ആലോകിനെതിരെ പരാതി കൊടുക്കാനോ? അച്ഛൻ എന്തൊക്കെയായി പറയണേ? അതിൻ്റെ ആവശ്യമില്ല അച്ഛാ. ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ മോളെ ഇത്രത്തോളം ആ വീട്ടിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചിട്ട് ഇനി ഞാൻ മിണ്ടാതെ അടങ്ങിയിരിക്കണമെന്നോ? പാടില്ല. അവനെ ഒരു താക്കീത് കൊടുക്കണം, ഇല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ലടി. നിന്നെ ദ്രോഹിക്കും അവൻ. എൻ്റെ മോളെ ദേഹത്ത് കൈവയ്ക്കാൻ ഇനി ഞാൻ അവനെ സമ്മതിക്കില്ല. അതിനൊരു മുൻകരുതൽ. അതിനുവേണ്ടി സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഒരു പരാതി എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഉടനെ അനുമോള് പേടിക്കുക, അച്ഛാ ഇത് അങ്ങനെ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അനന്തനങ്ങളും അച്യുതനങ്ങളും അടങ്ങിയിരിക്കുമോ? ആകെ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പം നടന്നതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങളുണ്ടാവും അച്ഛാ. പ്രശ്നങ്ങൾ രൂക്ഷമാവും. ഇല്ല, ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ ഗോമതി വീണ്ടും, ബാലട്ടാ, ഞാൻ ബാലട്ട കാല് പിടിക്കാം, പരാതിയൊന്നും കൊടുക്കണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമുക്കതൊക്കെ മറക്കാം. മറക്കാനോ? എൻ്റെ മോളെ ഇത്രയും ദ്രോഹിച്ച അവനെ വെറുതെ വിടാനോ? ഞാനൊരു അച്ഛനാടി, എനിക്കിത് സഹിക്കാനൊന്നും ആവത്തില്ല. വാ, നീ കയറി വാ. അങ്ങനെ അകത്തേക്ക് ചെന്ന് പോലീസിനോട് ബാലൻ കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ. എന്നിട്ട് പരാതിയൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. ആ പരാതി മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ ദേവിയുടെ വയറ്റിൽ ചവിട്ടി കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ, അതുവരെ അതിലുണ്ട് കേട്ടോ. അവസാനം എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അനുമോളോട് ചോദിക്കുകയാണ്, ഇത് എല്ലാം സത്യമാണല്ലോ നിങ്ങൾ എഴുതി തന്നത്, അപ്പോൾ പരാതി കൊടുക്കാം, ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തോളാം, ബാക്കി നമ്മളായിക്കോളാം. അപ്പോഴത്തേക്കിനും ഗോമതി പറയാം, സാറേ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനും പേടിയൊക്കെ ഉണ്ട്, ഇത് അവനെ അറസ്റ്റൊന്നും ചെയ്യണ്ട, ഒന്ന് താക്കീത് കൊടുത്താൽ മതി. അത് ശരി, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പേടിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ടേ? എന്നാൽ പിന്നെ പരാതി എടുക്കണ്ട അല്ലേ? അതല്ലേ നല്ലത്. സ്വന്തം മോളോട് ഇത്രയും ക്രൂരത കാണിച്ച ഒരു ദുഷ്ടൻ, അത് മാത്രമല്ല സ്വന്തം വീട്ടിനകത്ത് കയറി വന്ന് ഒരു പെങ്കുച്ചിനെ വടിവേറ്റി ചവിട്ടി അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചു. എന്നിട്ടും ഇതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചു. നേരത്തെ പരാതി കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോഴെങ്കിലും കൊടുത്തതല്ലേ നല്ലത്, അതല്ലേ വേണ്ടത്. അപ്പോൾ പേടിച്ചിരിക്കുന്ന പോലീസുകാർ. അപ്പം ബാലൻ പറയാം, ഇല്ല സാർ, ഇതിൽ അവർക്ക് തൽക്കാലത്തൊരു പേടി കൊണ്ട് അവർ പറയാം. എനിക്കെന്തായാലും താല്പര്യമാണ്, ഇത് കേസ് മുന്നോട്ട് പൊക്കോട്ടെ. കണ്ടില്ലേ, നിങ്ങളുടെ ഭർത്താവ് നല്ല ധൈര്യമായിട്ടിരിക്കുന്നു, പിന്നെ നിങ്ങളെന്തിനാ പേടിക്കുന്നത്? എന്താ കുട്ടി, ഇതിനൊക്കെ എതിരെ ആക്ഷൻ എടുക്കണം. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരൊന്നും നമ്മുടെ നാട്ടിൽ വളരാൻ പാടില്ല. മിണ്ടാതെ വായടച്ച് മിണ്ടാതെ ഇരുന്നാലേ ഇവന്മാരെ പോലുള്ളൊരു വളരും. കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കുടിച്ച് ഇവനൊക്കെ എന്ത് രീതിയിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ തടയണമെങ്കിൽ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഒളിപ്പിക്കുകയല്ല, മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പിന്നെ ആവട്ടെ അങ്ങനെയല്ല, അന്നേരം തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോഴേ അന്ന് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവൻ ഇത്രത്തോളം ആകുമായിരുന്നോ? നിങ്ങളുടെ മകൾക്ക് ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? ഇല്ലല്ലോ. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. മകളുടെ ഭാവി നോക്കണമായിരുന്നു. ഇന്നും ഇങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയൂ, ഇനി ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പരാതി കൊടുക്കണം. അവനെ എതിരെയുള്ള ആക്ഷൻ ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് നിൽക്കുമെന്ന് പറയാം ആലോചിക്കാനായിട്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഒരു പോലീസുകാരനും വന്ന് ഒരുത്തനെ എടുത്തിട്ട് ഇടിച്ച് ചാമ്പാണ്, ശരിക്കും കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യ തൊട്ടടുത്ത് നിൽക്കുകയാണ്. പറഞ്ഞ്
അപ്പോൾ ഇത് കണ്ടും കൊണ്ട് നമ്മുടെ അനുമോളും ഗോമതി നല്ല പേടിക്കുക. ബാലൻ മതി അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ കാര്യം, എന്തിനാ ഇയാളെ ഇങ്ങനെ എടുത്ത് തല്ലുന്നത്? അതെ ദേ ഇയാളെ ഭാര്യ അടുത്ത് നിൽക്കുന്നത്, വീട്ടിലെ കുടിച്ചും എടുത്തുകൊണ്ട് വന്നിട്ട് ഭാര്യ എടുത്തിട്ട് ഇടി, അവളെ മുഖം കണ്ടോ ചതച്ച് വെച്ചിരിക്കുന്നത്, പെണ്ണുങ്ങളുടെ ദേഹത്തോ ഭാര്യയുടെ ദേഹത്തോ എന്തിനാ കൈ വെക്കുന്നത്? അങ്ങനെയൊക്കെയുള്ളവൻ ഇവിടെ ഇരിക്കണോ? അവൻ്റെ കൈയെ ഞാൻ അടിച്ചൊടിക്കും, എന്നി ഞാൻ ഭാര്യ അടിക്കൂടാന്ന് പറഞ്ഞും കൊണ്ട് ഇടിച്ച് ശരിയാക്കുക കേട്ടോ. അപ്പോൾ ഗോമതി പറയും, വല്ലട്ടെ ഇങ്ങോട്ട് വന്നേ, ഇതൊന്നും കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ, ഇതുപോലെ അലോകിനെ അറസ്റ്റ് ചെയ്താൽ ഇവർ കൊണ്ടിട്ട് ഇടിക്കൂലേ, കാണാൻ വയ്യ എനിക്ക്, അവൻ തെറ്റ് ചെയ്തു, പക്ഷേ ഈ ഇങ്ങനെയൊന്നും ഇടിക്കണ്ടായിരുന്നു. എടി നീ ഒരു കാര്യം ഓർത്തോ, ഇന്ന് അവൻ്റെ ഭാര്യയെ അവൻ തല്ലി ചതച്ചിട്ട് അവനെ ഇടി വാങ്ങുന്നത്, ആ ഭാര്യയുടെ സ്ഥാനത്ത് നിൻ്റെ മോളാണ്, നമ്മുടെ അനുമോളാണ് അവിടെ നിന്നെങ്കിലേ അലോക് ഇതുപോലെ ചെയ്താലോ? അപ്പോൾ ശിക്ഷ കൊടുക്കണ്ടേ അവന്? പറ, അപ്പം നീ വെറുതെ വിടുമോ? അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഗോമതിയുടെ മനസ്സ് മാറുക കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ നമുക്ക് പരാതി കൊടുക്കാം. അങ്ങനെ പരാതി ഒന്നും കൂടെ വിലപ്പെടാൻ വേണ്ടി നല്ലപോലെ ക്ലിയറായിട്ടും പരാതിയൊക്കെ എഴുതി അകത്തേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. പോലീസ് അത് വാങ്ങാൻ ചെയ്യുക കേട്ടോ. സമയത്ത് നമ്മുടെ ഗോമതി സ്റ്റോറിൽ കാണിക്കുകയാണ്. രാമേട്ടൻ രാവിലെ തന്നെ ദേവിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ പറ്റി, ബാലൻ രാവിലെ ഇങ്ങോട്ട് വന്നില്ല, എവിടെയോ പോകണമെന്ന് പറഞ്ഞില്ലേ? എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല രാമേട്ടാ, രാവിലെ തന്നെ അമ്മേനെ അനുമോളെയും കൂട്ടി എങ്ങോട്ടോ പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. അത് ശരി, എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ ബാലൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അച്ഛനല്ലേ ആള് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കുറ്റം പറയാൻ നമ്മൾ ആകാശ് തുടങ്ങി കേട്ടോ. കുറ്റം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവി പറയാം, ദേ ബാലച്ചന് ആവശ്യമില്ലാതെ കളിയാക്കണ്ട കേട്ടോ, ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാമേട്ടൻ പറയാം, ഇപ്പോഴിവിടെ നമ്മുടെ ധർമ്മൻ കൂടെ വേണമായിരുന്നു, അവനാണെങ്കിലേ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരുന്നു, കളിയും തമാശയൊക്കെ പറഞ്ഞ് സമയം പോകുന്നത് അറിയത്തേ ഇല്ല എന്ന് പറയുമ്പോൾ ദേവിയുടെ മുഖം അങ്ങ് മങ്ങിയിട്ടോ. അപ്പോൾ അത് രാമേട്ടൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ രാമേട്ടൻ പറയാം, മോളെ എത്രയൊക്കെ പറഞ്ഞാലും അവൻ്റെ കാര്യം ഒരു ദിവസം പോലും പറയേണ്ടെന്ന് വെച്ചാലും പറയാതിരിക്കാൻ പറ്റണില്ല, അത് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണെന്നറിയാം, പാവം എന്താ ചെയ്യുക, അവനെ നമുക്കങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ, എന്തെങ്കിലും സത്യം തെളിയുവാണെങ്കിൽ അവൻ തിരിച്ചു വരട്ടെ എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ പറഞ്ഞിട്ടുണ്ട്, ആരാണ് നമ്മുടെ ഉദയഭാനു വന്ന് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് കയറി ഇരിപ്പുണ്ട് മോളുടെ അടുത്തേക്ക്. എന്താ രാമേട്ടാ വിശേഷം, എന്താ വന്നതെന്ന് തിരിച്ചും ചോദിക്കുക. ഞാൻ എൻ്റെ മോളെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആകാശ് ചോദിക്കുക, അതിന് അങ്കിൾ നാട്ടിലുണ്ടോ, ഇപ്പോൾ എവിടെയാണ് അങ്കിൾ താമസം? ഞാനങ്ങ് അമേരിക്കയിലടാ ആഫ്രിക്കയിലടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് വിടുക കേട്ടോ തള്ള്. ഇവിടെ ഇരുന്നു കൊണ്ട് ദേവി ഇങ്ങനെ ചെറഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടും ഉദയഭാനു കൈയെടുത്ത് മുഖത്ത് മറച്ച് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, കാരണം ദേവിയുടെ ആ ഒരു നോട്ടം താങ്ങാനാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ദേവി പറയാതെ അച്ഛനാണെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശെല്ലാം തന്നിട്ട് പോയിട്ടുണ്ട്, ആകാശേ നീ ബാങ്കിൽ ക്യാഷ് കൊണ്ട് അടച്ചിട്ട് വാ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ക്യാഷിങ് തന്നേരെ, ഒരു കെട്ട് നോട്ട് എടുത്ത് സ്ലിപ്പൊക്കെ എഴുതി ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ആകാശിൻ്റെ കയ്യിൽ കൊടുത്തു വിടുക കേട്ടോ. അപ്പോൾ തന്നെ ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പൈസ എല്ലാം ബാങ്കിൽ അടച്ചോ, ഇന്നിപ്പോൾ ഒന്നും എടുക്കാനില്ലേ ദൈവമേ എന്നും പറഞ്ഞും കൊണ്ട് അവിടെ ഇരിക്കണം കേട്ടോ ഉദയഭാനും. എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ രാമേട്ടനെ കൂടെ പറഞ്ഞയക്കണം, എന്നാലേ ക്യാഷ് ഡ്രോയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ പറ്റൂ. രാമേട്ടാ ചായയൊക്കെ കുടിച്ചോ? കുടിക്കണം. എന്നാൽ പിന്നെ രാമേട്ടനൊന്ന് കുടിച്ചിട്ട് വാ, ഞാൻ എൻ്റെ മോളോട് കുറച്ച് നേരം സംസാരിക്കട്ടെ, എന്തായാലും ദേവിയുടെ അച്ഛനല്ലേ, അവർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് രാമേട്ടൻ പതിയെ അവിടെ നിന്ന് പോവാട്ടോ ചായ കുടിക്കാനായിട്ട്. ഇത് തന്നെ സൗകര്യം. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോ കുശലങ്ങളൊക്കെ സംസാരിക്കാനാണ് ദേവിയോട്. ദേവിക്കൊരു സംശയം. ദേവി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്തുദ്ദേശം? എടി നിന്നെ കാണണം, സംസാരിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. ശരി, എനിക്കത്രയ്ക്ക് തോന്നണം, എന്താ ഒരു കുഴപ്പമില്ല. അപ്പോൾ ദേവിയോട് പറയാം, എടി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണേ, നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നീ കൊടുത്തൂടെ പൈസ എന്ന് ചോദിക്കുക. കഷ്ടകാലത്തിന് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനം തന്നെ എൻ്റെ അക്കൗണ്ടിൽ പിടിച്ചോളാമെന്ന് പറഞ്ഞു. ഇനിയും അച്ഛൻ അതും വിചാരിച്ചിരിക്കുകയാണ്. അച്ഛാ നിനക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടടി? എനിക്ക് 50,000 രൂപ ശമ്പളമുണ്ട്. ഇന്ന് 20-ാം തീയതിയിലേ ഉള്ളൂ, 1-ാം തീയതി ആവട്ടെ, അന്നേരം ശമ്പളം കിട്ടും, അന്നേരമേ ഞാൻ സാധനമൊക്കെ വാങ്ങിത്തരാം, എൻ്റെ പറ്റിൽ പിടിച്ചോളാം, ഞാൻ പറഞ്ഞേക്കാം. എന്നാലോടി എനിക്കൊരു ബിസ്ക്കറ്റ് തരാമോ? അങ്ങനെ ദേവി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഉദയഭാൻ്റെ നിർബന്ധപ്രകാരം അങ്ങോട്ട് പോയി ഒരു ബിസ്ക്കറ്റ് പൊതിഞ്ഞെടുക്കുമ്പോൾ ഒന്നുകൂടെ എടുത്തോ എന്ന് പറയാട്ടോ. ആ സമയം കൊണ്ട് പതിയെ ക്യാഷ് ഡ്രോ തുറക്കുകയാണ്. നോക്കുമ്പോൾ കാശില്ല, കുറച്ചേ ഉള്ളൂ, അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് ദൈവമേ പൈസ കുറവാണല്ലോ ഈശ്വര, കുറച്ചും കൂടെ നേരത്തെ വരേണ്ടിയിരുന്നു, ജസ്റ്റ് മിസ്സ്, ഇപ്പം ബാങ്കിൽ അടച്ചു പോയി, ഇനി ആവട്ടെ, എന്തായാലും കുറച്ചുകൂടി നേരത്തെ വരാം ഇനി ഉള്ള ദിവസം എന്നും പറഞ്ഞ് ദേവിയുടെ യാത്ര പറഞ്ഞ അയാളെ ഇറങ്ങാട്ടോ. ഈ സമയത്ത് പോലീസ് ഒരു വണ്ടി പോലീസ് നിറച്ച് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് എത്തിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ
നമ്മുടെ അച്യുതൻ പോയി സ്വീകരിക്കുക കേട്ടോ. അച്യുതൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇവരുടെ ക്രഷർ യൂണിറ്റില്ലേ അതിൻ്റെ ഇതിന് പരാതി കൊടുത്തിരുന്നല്ലോ, അത് ലൈസൻസ് കിട്ടാതിൻ്റെ പേരിൽ അതുമായി അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അനന്തേട്ടനെയൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്തേട്ടാ ദേ നമ്മുടെ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാം. അപ്പോൾ ഇൻസ്പെക്ടർ പറയാം, ആരാ പറഞ്ഞു ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മകൻ അലോകിനെ അന്വേഷിച്ചാണ് വന്നത്. എന്തിനാ അവനെ അറസ്റ്റ് ചെയ്യാനോ? ഓ ഇത് കേൾക്കുമ്പോൾ അമ്മയും രാജശ്രീയും ഒക്കെ അകത്തുനിന്ന് ഓടി വന്നിട്ടുണ്ട് കേട്ടോ, നന്ദിതയും സുകന്യൊക്കെ. എന്താ കാര്യം എന്ന് എല്ലാവരും. അവൻ ചെയ്ത പ്രവൃത്തികളിൽ അവിടെ പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതി? അവനങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ലല്ലോ. ആര് പറഞ്ഞു? പരാതി തന്നാൽ ആരാ സാറേ? കാര്യം പറ. പരാതി തന്നാൽ ആരാന്നോ? അവൻ സ്ത്രീപീഡന കേസിനാണ് ഇപ്പം അകത്താകാൻ പോകുന്നു. അയ്യോ സാർ എന്തൊക്കെയായി പറയുന്നത്? വേറെ ആരുമില്ല, നിങ്ങളെ തൊട്ടടുത്ത ആൾ തന്നെയാണ്. അനുമോളുടെ പരാതിയിലാണ് ഇപ്പം ഈ ഞങ്ങൾ അന്വേഷണത്തിൽ നിന്ന്. അനുമോളോ? അവളെന്ത് പരാതിയെന്നു? അവളെ സ്ത്രീ പീഡന കേസിൽ അവളെ വീട്ടിലിട്ട് ദ്രോഹിച്ചതും കുറ്റകൃത്യമായിട്ട് കുറച്ച് പരാതികളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഇവ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. അയ്യോ സാറേ അവളാ ദുഷ്ടത്തി. രാജശ്രീ വന്ന് പറയാട്ടോ, അവളാണ് ചതിച്ചത് എൻ്റെ മോനെ. അവളാണ് ഇവിടെ വന്ന് പീഡനങ്ങളെല്ലാം കാണിച്ചത്. ഇവനല്ല, അവളെ വേണം അറസ്റ്റ് ചെയ്യാനായിട്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അവൾക്കെതിരെയായിട്ട് ആ കുട്ടിക്കെതിരെയായിട്ട് ഒരു പരാതി നിങ്ങളെന്താ, അപ്പോൾ നമ്മൾ അന്വേഷിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? അന്നേരം അലോക് വരുവാട്ടോ. അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പാവമാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എടാ നീ തെറ്റ് ചെയ്തോ ഇല്ലേ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ട, പരാതി കിട്ടി അന്വേഷിക്കുന്നു അത്ര, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് അലോകിനെ പിടിക്കാൻ പോകുന്നു. അലോക് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം ഓടുവാട്ടോ. അങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോൾ പോലീസ് വിടുമോ? പുറകെ പോകുന്നുണ്ട്. ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. കാലി പിടിച്ച് വലിക്കണം. അതിൽ കയറുമ്പോഴത്തേനും പിടിച്ച് കൊണ്ടുവന്നിട്ട് പറയാം, അതെ നീ ഞങ്ങളെ കൈവിട്ട് പോകുമല്ലടാന്ന് പറഞ്ഞ് 2 ഇടിയും കൂടെ അച്ഛൻ്റെ അമ്മേരെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കണ്ടിട്ട് ഇവിടെ ആര്യൻ ഇവിടെ നിന്ന് ചിരിക്കാൻ കേട്ടോ. പക്ഷേ മിത്രയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിപ്പോയി കേട്ടോ ഇത് കാണുമ്പോൾ. അത് കഴിഞ്ഞ് ഇവരെ പോലീസ് കയറ്റിക്കൊണ്ട് പോണതും തിരിച്ച് ഓട്ടോയിൽ ബാലൻ വന്ന് ഇറങ്ങണതും ഒരുമിച്ചാണ്. അങ്ങനെ മുറ്റത്ത് നിൽക്കണ ഇവരെല്ലാവരും കൂടെ ബാലനെയും അനുമോളെയൊക്കെ കാണുമോ. അച്യുതനും അങ്ങോട്ട് ദേഷ്യം കൂടി നേരെ അടുത്തേക്ക് ചെന്നിട്ട് കുറേ വഴക്കൊടുക്കട്ടോ. എടാ ബാല, നീ എൻ്റെ മോനെ ജയിലിൽ കയറ്റിയല്ലേ, നിനക്കുള്ള പണി ഞാൻ തരുവോടാ, നീ നോക്കിക്കോ. ഇതിന് ബദലായിട്ട് ഞാൻ എന്താ നിനക്ക് തരണേന്ന് അതിന് നീ അന്നേരം നിനക്ക് മനസ്സിലാക്കിക്കൊള്ളാം. ബാല ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ആര്യം പറയാം, നടക്കട്ടെ, പിന്നെ കുറേ ഉണ്ടാക്കും. ഷെടാ അപ്പോഴത്തേക്കിനും ഉടനെ ധർമ്മം പറയാം, ഈ ആര്യ നീ മിണ്ടാതിരിക്കുക. പിന്നെ മിണ്ടാതിരിക്കാൻ പോണു, അവനെപ്പോലെ ഒരുത്തിന് കിട്ടണം, കിടക്കട്ടെ ജയിലിൽ എന്നൊക്കെ ആര്യ ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ നിന്നും കൊണ്ട് ബാലൻ പറയാം, ആര്യ നീ മിണ്ടാതിരിക്കുക. എടോ ബാല, ഉച്ചയ്ക്ക് മുന്നേ എൻ്റെ മോനെ ഞാൻ ജാമ്യത്തിലിറക്കും, പക്ഷേ അത് കഴിഞ്ഞുണ്ടാവുന്ന പരിണിത ഫലങ്ങൾ നീ അനുഭവിച്ചോളാം, തയ്യാറായിരുന്നോ നീയും നിൻ്റെ കുടുംബവും എന്നും പറഞ്ഞുകൊണ്ട് വാശി വെച്ചിട്ട് അച്യുതൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. ഇവരകത്തേക്ക് കയറി വരുവാണ്. ആ നേരം മുതൽ നമ്മുടെ മിത്രേനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആര്യൻ. മിത്ര വല്ലാതെ ഡള്ളായിപ്പോയി. അങ്ങനെ അകത്ത് വന്നിരുന്ന് മിത്രയ്ക്ക് നല്ല കണ്ണീരും കരച്ചിലും ഒക്കെ വരുവാണ്. സ്വന്തം സഹോദരനല്ലേ എത്രയൊക്കെ ആയാലും അവൻ ഇവരൊരുമിച്ച് കളിച്ച് വളർന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ആര്യനോട് പറയാം. ആര്യൻ പറയും, നീ എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത്? അവനെപ്പോലെ ഒരു ദുഷ്ടന് വേണ്ടിയിട്ട് എത്രയൊക്കെ ആയാലും അവൻ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ പറയല്ല ആര്യ. അവൻ നന്നാവോ എന്തോ എനിക്കറിയില്ല, പക്ഷേ എത്രയായാലും നമ്മുടെ ഓർമ്മകൾ അത് മറക്കാൻ കഴിയില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ, എൻ്റെ സഹോദരനല്ലേ. അവന് ഇങ്ങനൊരു അവസ്ഥ വന്നു എന്ന് വെച്ചപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ചിലപ്പോൾ അവൻ നന്നായാലോ, ചിലപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ പലരും നന്നാവുന്നില്ലേ. എടി, നിന്നെപ്പോലെ നല്ല മനസ്സുള്ളൊരു പെണ്ണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ട് അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ എന്തെല്ലാം ദ്രോഹം അവൻ ചെയ്തു. പിന്നെയാണോ ഇനി അവൻ നന്നാവുമ്പോൾ അവൻ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടി എന്ന് പറയാട്ടോ. മിത്രയ്ക്ക് സങ്കടം വന്നു. മിത്ര അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നെ ആര്യനും അത് വല്ലാത്തൊരു ഫീലിങ്സ് ആയി കേട്ടോ. പോട്ടാ മിത്രേ, ഞാൻ അറിയാണ്ട് പറഞ്ഞതാ, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയരുതോ, നമ്മൾ എത്ര വിഷമിച്ചിട്ടുണ്ട് അവനെ കരുതി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. പോട്ടെ, നീ സമാധാനിക്കട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്നൊരു മെഗാ എപ്പിസോഡാണ് കേട്ടോ. നല്ല സൂപ്പർ എപ്പിസോഡാണ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്